വിശ്വാസത്തിന്റെ പ്രത്യേകത. മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങിയവൻ എന്നാകുന്നു ആ പദത്തിന്റെ അർത്ഥം. കീഴൊതുങ്ങിയവൻ. ആർക്ക് കീഴൊതുങ്ങിയവൻ? പോലീസിന് കീഴൊതുങ്ങിയവനോ രാജ്യത്തിന്റെ പട്ടാളത്തിന് കീഴൊതുങ്ങിയവനോ അല്ല. സർവശക്തനായ പടച്ചതമ്പുരാന് കീഴൊതുങ്ങിയവൻ എന്നാകുന്നു അതിന്റെ അർത്ഥം. എന്താണോ പടച്ചതമ്പുരാൻ നിർബന്ധമായും പ്രവർത്തിക്കുവാൻ പറഞ്ഞത് ആ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും എന്താണോ വിശ്വസിക്കുവാൻ കൽപ്പിച്ചത് ആ കാര്യങ്ങൾ വിശ്വസിക്കുകയും എന്താണോ ഉപേക്ഷിക്കുവാൻ കൽപ്പിച്ചത് ആ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഒരുത്തൻ ജീവിക്കുമ്പോൾ അവനാകുന്നു മുസ്ലിം. ഇസ്ലാം എന്താണ് എന്നറിയാത്ത ഒരുത്തന് പൂർണ്ണമായിട്ട് മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരമുസ്ലിമിനെയും വേർതിരിച്ചറിയാനുള്ള ഏറ്റവും പ്രകടമായ വ്യത്യാസം അതവന്റെ താടിയല്ല, അവന്റെ മുടിയുടെ രൂപമല്ല, അവന്റെ കുപ്പായത്തിന്റെ നിറമല്ല, അവനെ വിളിക്കുന്ന പേരല്ല, അവന്റെ മാതാപിതാക്കളുടെ ജാതിയല്ല, അവന്റെ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയ അവന്റെ ജാതി പേരുമല്ല. ഇതൊന്നും ഒരാളെ മുസ്ലിമാക്കൂല. പ്രവാചകൻ പറഞ്ഞു അസ്വലാത്ത്. ആ വ്യത്യാസം എന്ന് പറയുന്നത് അസ്വലാത്ത് നമസ്കാരമാണ്. ആരാണോ നമസ്കരിക്കുന്നത് അവൻ മുസ്ലിമാകുന്നു, ആരാണോ നമസ്കരിക്കാത്തത് അവൻ കാഫിറാകുന്നു എന്ന് മതം പഠിപ്പിക്കുമ്പോ ഞാനും നിങ്ങളും വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മതം എന്ന് പറയുന്നത് ഒരാവേശമല്ല, മതം എന്ന് പറയുന്നത് ഒരു മുദ്രാവാക്യമല്ല, മതം എന്ന് പറയുന്നത് എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകളല്ല. ഇസ്ലാം എന്ന് പറയുന്നത് അത് അപ്പാടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. അതിന് അറിയണം. സർവശക്തനായ പടച്ചതമ്പുരാനെ അറിഞ്ഞുകൊണ്ട് ആ റബ്ബാരാണ് എന്ന് മനസ്സിലാക്കി ആ റബ്ബ് എങ്ങനെയുള്ളവനാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരുത്തനു മാത്രമേ ആ യഥാർത്ഥമായ ഇസ്ലാമിന്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കഴിയില്ല. അത് അന്ധമായ ഒരു വിശ്വാസമായിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ എല്ലാ ദിവസവും അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരു വ്യക്തി എന്നെ കാണാൻ ശ്രമിച്ചു. അയാൾ എപ്പോഴും എന്നെ കണ്ട ചിരിക്കും, ഒരു പ്രത്യേക വാത്സല്യത്തോടു കൂടി. പക്ഷെ എനിക്ക് അയാളെ ഇഷ്ടമല്ല. അയാൾ ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അയാളുടെ മുമ്പിൽ നിന്ന് മാറി നിൽക്കും. അയാൾ എന്നോട് സംസാരിക്കാൻ വരുമ്പോൾ ഞാൻ മറ്റാരോടെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കും. എനിക്ക് അയാളെ കാണുന്നതോ അയാൾ എന്നോട് സംസാരിക്കുന്നതോ അയാൾ എന്റെ മുഖത്തേക്ക് നോക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അയാളൊരു വെറുപ്പാണ്. കുറെ ദിവസങ്ങൾ അങ്ങനെ തുടർന്നു. വെറുപ്പോടുകൂടി ഞാൻ ആ മനുഷ്യന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കാൻ എപ്പോഴും ശ്രമിച്ചു. പക്ഷെ അയാളാവട്ടെ ഒരു പ്രത്യേക വാത്സല്യത്തോടുകൂടി ഏത് സമയത്തും പുഞ്ചിരിയോടുകൂടി അയാൾ എന്നെ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അയാളെ അവഗണിച്ചു. ഒരിക്കൽ ഞാനും എന്റെ മാതാവും കൂടി ആ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ അയാൾ എന്റെ ഉമ്മയുടെ അടുത്തേക്ക് വന്നു. എനിക്ക് അയാളെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മാറി നിന്നു. അയാളും എന്റെ ഉമ്മയും ഒരുപാട് സംസാരിച്ചു. എന്റെ ഉമ്മ തന്റെ തട്ടത്തിന്റെ തല കൊണ്ട് കണ്ണു തുറക്കുന്നത് പല പ്രാവശ്യം ഞാൻ കണ്ടു. എന്തേ അയാൾ എന്റെ ഉമ്മയെ കരയിപ്പിച്ചത്? ഞാൻ എന്റെ ഉമ്മയുടെ അടുത്തേക്ക് വന്നു. എന്തു പറ്റി? ഉമ്മ എന്നോട് ചോദിച്ചു, ഈ മനുഷ്യനെ നിനക്കറിയുമോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. ഞാൻ അയാളെ എന്നും കാണാറുണ്ട്, പക്ഷെ എനിക്ക് അയാളെ ഇഷ്ടമല്ല, ഞാൻ അയാളെ ശ്രദ്ധിക്കാറില്ല. അയാൾ അപ്പോഴും നിശബ്ദനായി നിന്നു. ഉമ്മ പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു കാലത്ത് നമ്മുടെ വീടിന്റെ തണലായിരുന്നു. പട്ടിണി കടന്നുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ളവർ മരിക്കാതിരുന്നത് ഒരു കാലത്ത് ഈ മനുഷ്യന്റെ ദയ കൊണ്ടായിരുന്നു. ചോർന്നൊലിക്കുന്ന നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങാൻ ഗതിയില്ലാത്ത ഒരു കാലത്ത് നമുക്ക് ഉറങ്ങുവാൻ വേണ്ടി ചോരാത്ത ഒരു വീട് തന്നത് ഈ മനുഷ്യന്റെ കാരുണ്യമാകുന്നു. നീ അടക്കമുള്ള നമ്മുടെ വീട്ടിലെ മക്കൾ പാഠപുസ്തകവുമായി പാഠശാലയിലേക്ക് പോയത് ഈ വലിയ മനുഷ്യന്റെ കാരുണ്യം കൊണ്ടായിരുന്നു. പരിചയപ്പെടുത്തിയപ്പോ ഉമ്മ വിതുമ്പി. എനിക്ക് വല്ലാത്ത ഒരു എന്തൊക്കെയോ സംഭവിച്ചതുപോലെ കാലിന്റെ അടിയിൽ നിന്ന് ഒരു തരിപ്പ്. ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല. വല്ലാത്ത ഒരു കുറ്റബോധത്തോടു കൂടി അയാളുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയില്ലായിരുന്നു കേട്ടോ, എനിക്ക് നിങ്ങളെ അറിയില്ലായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇന്നുവരെ അയാളോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ഞാൻ അന്ന് അയാളോട് ദീർഘമായി സംസാരിച്ചു. പിറ്റേ ദിവസം ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ വന്നപ്പോ ഞാൻ തെരഞ്ഞു. ഇന്നലെ വരെ എന്നെ തെരഞ്ഞു വന്നിരുന്ന ആ മനുഷ്യന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കാനാണ് ഞാൻ ശ്രമിച്ചത് എങ്കിൽ ഇന്ന് ഞാൻ അയാളെ തെരഞ്ഞു. എവിടെ അയാൾ? ഞാൻ അയാളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു, സലാം പറഞ്ഞു. ഞാൻ അയാളോട് ഒരുപാട് സംസാരിച്ചു. എന്തേ കാരണം? ഇന്നലെ വരെ എനിക്ക് അയാളെ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ ബഹുമാനിക്കുവാനോ അയാളെ സ്നേഹിക്കുവാനോ അയാളെ സുഹൃത്തായി കാണുവാനോ അയാളോട് സംസാരിക്കുവാനോ എനിക്ക് താല്പര്യമില്ലായിരുന്നു, എനിക്ക് വെറുപ്പായിരുന്നു. പക്ഷേ ഇന്ന് അയാൾ ആരാണ് എന്നും എനിക്ക് വേണ്ടി അയാൾ എന്തൊക്കെ ചെയ്തിരിക്കുന്നു എന്നും ഞാൻ മനസ്സിലാക്കിയപ്പോൾ അയാൾ എന്റെ മനസ്സിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറി. എന്റെ പ്രിയപ്പെട്ട സഹോദര,
അള്ളാഹു ആരാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അള്ളാഹുവിന്റെ വാക്കുകൾ, അള്ളാഹുവിന്റെ വാഗ്ദത്തങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ പരിചയപ്പെടുത്തലുകൾ അതെന്താണ് എന്ന് ബോധ്യമാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അത് വളരെ വലുതായിരിക്കും. ഞാനൊരു സംഭവം പറയാം.